നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ സ്ത്രീകളെ സന്ദർശിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബുധനാഴ്ച പശ്ചിമ ബംഗാൾ സംസ്ഥാനം സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെ കാണുന്നത്. ഏറെ വികാരാധീനരായിട്ടാണ് ഈ സ്ത്രീകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംവദിച്ചത്. സന്ദേശ് ഖാലിയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് ഷാജഹാൻ ഷെയ്ഖും സഹായികളും ചേർന്ന് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഗ്രാമത്തിലെ നിരവധി സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പരാതി. ഇരകളായ സ്ത്രീകളുടെ പരാതികൾ ഓരോന്നും പ്രധാനമന്ത്രിയെ അവർ ബോധിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഒരു പിതാവിനെ പോലെ ക്ഷമയോടുകൂടി അനുകമ്പയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങളുടെ പരാതികൾ കേട്ടത് എന്ന് ഈ സ്ത്രീകൾ ഓരോരുത്തരും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഷാജഹാൻ ഷെയ്ഖും കൂട്ടാളികളും ചേർന്ന് സന്ദേശ് ഖാലിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമി കയ്യേറിയതായി കൂടി ഗ്രാമീണർ ഒരു വലിയ ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഇരകൾക്കെതിരെയൊക്കെ വലിയ ഭീഷണി തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ് ഖാലിയിലെത്തി ഈ സ്ത്രീകളെ കണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടാവില്ല എന്നാണ്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലെ BJP നേതാവും പ്രതിപക്ഷ നേതാവും കൂടിയായ സുവേന്ദു അധികാരിയോടൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശ് ഖാലിയിൽ എത്തിയത്. തീർച്ചയായും ഇത് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഉണ്ടാക്കി വെക്കാൻ പോകുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും തന്നെ കാണുന്ന ആളുകളോട് അല്ലെങ്കിൽ മുന്നിലുള്ള ആ ഒരു ക്രൗഡിനോട് വളരെ പെട്ടെന്ന് തന്നെ അടുപ്പം സ്ഥാപിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം. പലപ്പോഴും രാഷ്ട്രീയപരമായ വിഷയങ്ങളല്ലാത്ത കാര്യങ്ങളിലൊക്കെ വ്യക്തിപരമായ ഇടപെടലുകൾ പോലും നടത്താറുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളോടും മറ്റും സംവദിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ കേട്ടിരിക്കുന്നത് മിക്കപ്പോഴും ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തയാവാറുണ്ട്. അത്ര കണ്ട അനുകമ്പയോടുകൂടി അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെയാണ് മോദി ഇതെല്ലാം കേൾക്കാറുള്ളത്. എന്തായാലും സന്ദേശ് ഖാലിയിലും അതുതന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവദിച്ചപ്പോൾ അദ്ദേഹം ഒരു പിതാവിനെ പോലെയാണ് തങ്ങളെ കേട്ടിരുന്നതെന്ന് ആ ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഓരോ സ്ത്രീകൾ പറയുമ്പോഴും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു അംഗീകാരം എന്നതിലുപരി സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജിക്കെതിരെയുള്ള ഒരു തിരിച്ചടി കൂടിയാണ്, അവർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.